വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നാണ് പരിഹാസം. LDF സർക്കാർ മാറിയ ശേഷം വട്ടവടയിൽ പുതിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്ന ആവശ്യം ആലോചിക്കാമെന്നും മറുപടി നൽകി. വട്ടവടയിൽ നടന്ന കലുങ്ക് സംവാദത്തിലാണ് പ്രതികരണം. എന്നെ കേവലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും എനിക്ക് അറിയത്തില്ല. അവരൊക്കെ ഒന്ന് തെറിച്ച് മാറട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ, എന്നാലും നമുക്ക് നോക്കാം. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് പുതിയ കലുങ്ക് വിവാദം? സ്മൃതി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച ഒരാള് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയാണ്. നേരത്തെ പ്രജാവിഷയത്തിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വട്ടവടയിലായിരുന്നു കലുങ്ക് സംവാദം നടന്നിരുന്നത്. അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഗവൺമെന്റ് ഇല്ല. ഇതിൽ ആളുകളുടെ ഭാഗത്തു നിന്നും വട്ടവടയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു. ഈ സാഹചര്യത്തിലായിരുന്നു രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം ഉണ്ടായത്. ഈ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ മന്ത്രി മാറട്ടെ, അതിനുശേഷം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഇപ്പോൾ ഉള്ള മന്ത്രി മാറിയ ശേഷം വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. അതിലുള്ള ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന പങ്കെടുത്ത ആളുകൾ ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഈ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അവരിൽ നിന്നും, ഇപ്പോൾ ഉള്ള സർക്കാരിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട, അതായത് സ്കൂൾ വേണമെന്ന ആവശ്യം അതൊന്നും പ്രതീക്ഷിക്കേണ്ട, അവരൊക്കെ മാറട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം. വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ. ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു വട്ടവടയിൽ കലുങ്ക് സംവാദം നടന്നത്. അതിനിടയിലാണ് ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്.